നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചാൽ സ്വീകരിക്കുമെന്ന് പറയുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഇല്ലെന്നും മതരാഷ്ട്രവാദം ഉണ്ടായിരുന്ന സമയത്ത് അവർ ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു എന്ന് കൂടിയാണ് വി ഡി സതീശൻ പറഞ്ഞു വെക്കുന്നത്. അല്ല, അവര് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു തെരഞ്ഞെടുപ്പിൽ. ആ പിന്തുണ അവർ ഇപ്രാവശ്യം നടത്തിയാലും ഞങ്ങൾ സ്വീകരിക്കുന്നു. ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ വളരെ വ്യക്തമായി മതരാഷ്ട്രവാദത്തെ സംബന്ധിച്ച് അവരുടെ നിലപാട് വ്യക്തമായി പറഞ്ഞു. അവർ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബഹുസ്വര സമൂഹം നിലനിൽക്കുന്ന ഒരു രാജ്യത്തും ഒരു സംസ്ഥാനത്തും അത്തരമൊരു നിലപാട് ഞങ്ങൾക്കില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞാലും 40 വർഷം 4 പതിറ്റാണ്ട് കാലം CPM-ന്റെ കൂടെ നിൽക്കുമ്പോൾ അവർ മതേതരവാദികൾ, CPM-നെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ വർഗീയവാദികൾ. ആ നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അവർക്കിപ്പോൾ ക്ലാരിറ്റി ഉണ്ട്. അരുൺ പൂപ്പറമ്പ വി എസ് രഞ്ജിത്തുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ പൂപ്പറമ്പ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇതാ വി ഡി സതീശൻ കേരള പര്യടന യാത്ര തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് കൃത്യമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നൽകുകയാണ്. ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ, നിർണായകമായ തെരഞ്ഞെടുപ്പിൽ അത് സ്വീകരിക്കുമെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. തീർച്ചയായും വിനീത, അത്തരത്തിലുള്ള പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായി ജമാഅത്തെ ഇസ്ലാമി തങ്ങളെ പിന്തുണച്ചിരുന്നു. ആ പിന്തുണ തങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി പിന്തുണക്കാൻ തയ്യാറായാൽ അത് സ്വീകരിക്കും എന്ന് തന്നെയാണ് വ്യക്തമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ളത്. അവർക്ക് മതരാഷ്ട്രവാദമില്ല, അത്തരത്തിൽ മതരാഷ്ട്രവാദമില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമി അമീർ തന്നെ പല തവണയായി വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരം പ്രചരണങ്ങൾ തെറ്റാണ് എന്നതാണ് വി ഡി സതീശൻ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ നമുക്കറിയാം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ജമാഅത്തെ ഇസ്ലാമി നേതാവ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ ഭാഗത്തു നിന്നൊക്കെ, അതായത് ഇസ്ലാം ഈ മതരാഷ്ട്രവാദത്തെ പിന്തുണച്ചുകൊണ്ടുള്ള ചില പ്രതികരണങ്ങൾ പുറത്തു വന്നത്. അതുകൂടി മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. പക്ഷേ അത്തരം പ്രതികരണങ്ങളെ സംബന്ധിച്ച് വി ഡി സതീശൻ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അവരുടെ ജമാഅത്ത് ഇസ്ലാമി അമീർ തന്നെ ഇതിൽ മതരാഷ്ട്രവാദമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരം പ്രചരണങ്ങളിലേക്ക് പോകേണ്ടതില്ല, അവരുടെ പിന്തുണ സ്വീകരിക്കും എന്ന് തന്നെയാണ് വി ഡി സതീശൻ പറയുന്നത്. മതരാഷ്ട്രവാദം ജമാഅത്ത് ഇസ്ലാമിന് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ 40 വർഷത്തോളം ഇടതുപക്ഷമാണ്, CPM ആണ് അവരുടെ പിന്തുണ, അല്ലെങ്കിൽ അവർക്കൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് അവർ മതേതരവാദികളും ഇപ്പോൾ അവർ തീവ്രവാദികളുമായി മാറുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് വി ഡി സതീശൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാകുന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ വി ഡി സതീശന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. വലിയ ചർച്ചകൾക്ക് ഈ പരാമർശം വഴിവെക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വി എസ് രഞ്ജിത്ത് കൂടി ചേരുകയാണ്. രഞ്ജിത്ത്, എനിക്ക് ഓർമ്മയുണ്ട്, നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് വി എസ് രഞ്ജിത്തിന്റെ ചോദ്യത്തിന് ഉത്തരമായി ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെക്കുറിച്ച് വി ഡി സതീശൻ കൃത്യമായി പറയുന്നത്, പിന്തുണ അത് സംബന്ധിച്ച് കൃത്യമായ പ്രസ്താവന നടത്തുന്നത്. അതിന് പിന്നാലെ നമുക്കറിയാം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഒരു പരസ്പര വാക്പോരിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു. ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപും വി ഡി സതീശൻ കൃത്യമായ നിലപാട് വ്യക്തമാക്കുമ്പോൾ എങ്ങനെ നമ്മൾ വിലയിരുത്തണം? വിരുദ്ധ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല എന്ന് അസന്നിഗ്ധമായി വി ഡി സതീശൻ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു മതേതര സർട്ടിഫിക്കറ്റ് പ്രതിപക്ഷ നേതാവ് കൊടുത്തതിനെതിരെ സമുദായ സംഘടനകൾ, അതായത് EK വിഭാഗം സമസ്തയും AP വിഭാഗം സമസ്തയും മുജാഹിദ് സംഘടനകളും ഒക്കെ രംഗത്തെത്തിയിരുന്നു. വലിയ കോലാഹലങ്ങൾ സമുദായ സംഘടനകൾക്കിടയിലുണ്ടായി. UDF-നെതിരെ അത് പ്രതിഫലിക്കും എന്നൊക്കെ കരുതി. പക്ഷേ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലോ നിലമ്പൂരിലോ ഒന്നും അതങ്ങനെ പ്രതിഫലിച്ച് കണ്ടില്ല. പക്ഷേ സമുദായ സംഘടനകൾക്കിടയിൽ ജമാഅത്തെ ഇസ്ലാമിയെ ഈ രീതിയിൽ വെള്ളപൂശുന്നതിനോട് വലിയ എതിർപ്പുണ്ട്. ഇത്തരം എതിർപ്പുകൾ ഉയർന്ന ശേഷവും ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നിലപാടിൽ മാറ്റമില്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല, ഞങ്ങൾ അവരുടെ പിന്തുണ സ്വീകരിക്കും എന്ന് വി ഡി സതീശൻ വീണ്ടും പറയുകയാണ്. ഈ ആവർത്തിച്ചുള്ള പ്രസ്താവന എന്തുദ്ദേശത്തിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി അത്രത്തോളം വോട്ട് സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. അത് മലപ്പുറത്താണെങ്കിൽ പെരിന്തൽമണ്ണയിലും മങ്കടയിലും ഒക്കെ ഒതുങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ കോഴിക്കോട്ടാണെങ്കിൽ മുക്കം ഭാഗത്ത് ഒതുങ്ങി നിൽക്കുന്ന, അങ്ങനെ വളരെ കുറച്ച് വോട്ട് വിഹിതമുള്ള ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതിൻ്റെ പിന്തുണ ഞങ്ങൾക്ക് വേണം എന്ന് പറയുന്നതിന് ഒരുപക്ഷെ മാധ്യമത്തിൻ്റെയോ മീഡിയ വണ്ടിയോ ഒക്കെ മാധ്യമ പ്രൊപ്പഗണ്ടകൾക്ക് UDF-ന് ഉപകാരപ്പെട്ടേക്കാം എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ സാമുദായിക പിന്തുണ ഉണ്ടാക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കൊണ്ട് ഒരിക്കലും UDF-ന് സാധ്യമല്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, AP വിഭാഗത്തിൻ്റെയും EK വിഭാഗത്തിൻ്റെയും ഒക്കെ
സുന്നി വോട്ടുകളിൽ അത് എന്തെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാക്കുകയാണെങ്കിൽ അതൊക്കെ പ്രതികൂലമായി UDF-ന് ബാധിക്കാം എന്നല്ലാതെ ഗുണപരമായി എങ്ങനെ ഇത് സ്വാധീനിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും ലീഗിന് പോലും വലിയ ആശയക്കുഴപ്പമുണ്ട്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ ലീഗ് പോലും അത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം ഇതുവരെ നടത്തില്ല. അങ്ങനെ നടത്തിയാൽ ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുകൂടി ലീഗ് പറയേണ്ടി വരും. ശരി, വ്യക്തമാണ്. VS രഞ്ജിത്തും അരുൺ പൂപ്പറമയുമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വീണ്ടും വഴിവെക്കുന്നത് തന്നെയാണ് VD സതീശന്റെ ഇന്നത്തെ പ്രസ്താവന. കൂടുതൽ പ്രതികരണങ്ങളിലേക്കും നമുക്ക് പോകണം, ഒരു ചെറിയ ഇടവേള.